once again welcome back to my channel. അപ്പോൾ ഇന്നത്തതും ഞാൻ കുറച്ച് 4-5 സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു പാൻറ്റിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ക്വാളിറ്റി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഫ്ലെയറോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചതും അതേപോലെ തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ പ്രോഡക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കി എന്നതിന് ശേഷം കാണിച്ചാണ്. അപ്പോൾ ഇത് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു ടിഷ്യൂ ഹോൾഡറാണ്. നമ്മൾ ടേബിളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്താണ്. ഇവിടെ നമ്മൾ ടിഷ്യൂ വെക്കുക. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ മോഡൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. റേറ്റ് കുറവാണ്. എല്ലാത്തിനും ഞാൻ പ്രത്യേകം പറയുന്നില്ല. എല്ലാത്തിനും റേറ്റ് കുറവുള്ള പ്രോഡക്റ്റാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞതിൽ ചെയ്തതുപോലെ തന്നെ സൈഡിൽ ഞാൻ ഇട്ടോളാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഇത് കയ്യിൽ കണ്ടത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു കത്തിയുടെ ആയിട്ടുള്ള സെറ്റ്. ഈ ഒരു കത്തി. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് എങ്ങനെ ഉണ്ടാവും, ഇതിൻ്റെ മൂർച്ചയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് നോക്കണം. പക്ഷേ 3 സൈസിലുള്ള കത്തികളാണ്. അപ്പോൾ ഇതും റേറ്റ് കുറവാണ്. ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് പ്ലെയിൻ കളേഴ്സ് ആയിട്ടുള്ളതും ഉണ്ട്, പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഞാൻ പ്ലെയിൻ എടുക്കാണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് എടുത്തത്. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടത്. അപ്പോൾ 3 സെറ്റ് ആയിട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതാണ്. പിന്നെ മൂന്നാമത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് പോലെ തന്നെ ഒരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാൻറ്റ് 2 വരുന്നൊരു സെറ്റാണ്. കഴിഞ്ഞ 5 ആണെങ്കിൽ ഇത് 2 വരുന്നതാണ്. അപ്പോൾ ഇത് പക്ഷേ നല്ല ഫ്ലെയർ ആയിട്ട് നമ്മൾ സ്കേർട്ട് മാതിരി നിൽക്കുന്ന പാൻറ്റാണ്. നല്ല ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള. ഇത് ഒരു സൈഡ്, രണ്ടാമത്തെ സൈഡ് ഇത്. അപ്പോൾ ഇതുപോലത്തെയാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞതിന് വാങ്ങിച്ചത്. പക്ഷേ അത് ക്വാളിറ്റി നല്ലതാണ്, ഫ്ലെയർ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് നമുക്ക് കോമ്പോയിൽ വരുന്നത്. ഇതും ക്വാളിറ്റി ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പെയറായിട്ട് വന്ന ബ്ലാക്ക് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു 5 പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ഇതാണ്. പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ബോക്സാണ്. ഇതിൽ ഉള്ള പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചത്. ഞാൻ അതേപോലെ പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ഫോട്ടോ ഫ്രെയിംസ് ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഫ്രെയിം സെറ്റാണ് ഇത് വരുന്നത്. ഇതൊരു 9 ഫ്രെയിംസ് വരുന്നുണ്ട്. നമ്മളൊരു 5x7 ആണെന്ന് തോന്നുന്നു. 5x7 ആ ഒരു ഡീറ്റെയിൽസ് മേലെ ഇടാം. ആ ഒരു സെറ്റാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസ് ഉണ്ട് മക്കളുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നല്ലതാണെങ്കിൽ നമുക്ക് പിന്നെയും സെറ്റ് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ വാങ്ങിച്ചത്. ബ്ലാക്കും വൈറ്റാണ് വരുന്നത്. ഗ്ലാസ് ആണ്. നല്ല പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആണ്. നമുക്ക് പൊട്ടാണ്ട് നമുക്ക് ഒറ്റ പീസ് പോലും ഡാമേജ് ആവാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്വാളിറ്റി അടിപൊളിയാണ്. ഫോട്ടോസിൻ്റെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ പുറമേ നിന്ന് ഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ തരും. അപ്പോൾ ഇങ്ങനത്തെ താങ്ങുന്ന സമയത്ത് ഈ ഒരു സൈസിലുള്ള ഫോട്ടോസ് വെക്കാൻ അടിപൊളിയാണിത്. ബ്ലാക്കും വൈറ്റും ആണ്. ഒരു ബ്ലാക്ക് ഒരു 5 പീസസും വൈറ്റ് ഒരു 4 പീസസും ആയിട്ടാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. പാക്കിംഗ് ഒന്നും പറയാനില്ല,
അടിപൊളിയാണ്, നല്ല സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുകളിലൊരു പാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു, ഞാനത് അയച്ചതാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അത് അയച്ച് മാറ്റിയതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാക്കിംഗ് ഇത്രത്തോളം സേഫ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ ഞാനിതിവിടെ വെച്ചത്. അപ്പോൾ നാലാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ഞാൻ മറ്റുള്ള വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 2 ലെയറായിട്ടുള്ളതുണ്ട്, പക്ഷേ ഞാൻ ഒറ്റ ലെയറിലാണ് വാങ്ങിച്ചത്. ഒറ്റ സമയത്ത് നമുക്ക് 7 മുട്ട നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മാത്രം വെള്ളം മതി. ഞാൻ നോർമലി കുക്കറിലാണ് ബോയിൽ ചെയ്യാറ് എഗ്ഗ്, പക്ഷേ ഇതാകുമ്പോൾ ഒരു ഇത്തിരി വെള്ളം മതി. നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ, ബോയിലാകുന്ന സമയമാകുമ്പോൾ നമുക്കൊരു സൗണ്ട് വരും, ബസർ സൗണ്ട് പോലെ ഒരു സൗണ്ട് വരും. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി കോൾഡ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് പെട്ടെന്ന് കഴിയും. നമ്മൾ ബാക്കി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ പാത്രങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ അലൂമിനിയം ടൈപ്പ് കുക്കർ ആകുന്ന സമയത്ത് എനിക്ക് ഞങ്ങളവിടെ ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ഉള്ളൊരു കറുപ്പ് കളർ വരും ബോയിലായി കഴിയുമ്പോഴത്തേക്കും. അത് കഴുകിയെടുക്കണം, പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതും ഈ പറഞ്ഞ മാതിരി ഞാൻ ഏതൊക്കെയോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം ഇവിടുന്ന് ഞാൻ യൂസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് 5ാമത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ബാക്കിയൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ എല്ലാം യൂസ് ചെയ്ത് നോക്കി എന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. വന്നിട്ട് കുറേ ദിവസമായി പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് എന്നതിന് ശേഷം യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. ഇതൊക്കെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും എല്ലാം ലോ ക്വാളിറ്റി എന്നൊക്കെ ചില കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞത്. പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ ഒന്നും ഡാമേജോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുള്ളതായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും 5 പ്രൊഡക്റ്റാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്നതല്ലേ, ഓൺലൈനായിട്ട് നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ട, അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതേപോലത്തെ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.